നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലെബനനിൽ അടിച്ചാൽ ഇനി ഒരു ഹിസ്ബുള്ള പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഇസ്രയേലിന്റെ നാശത്തിലെ ഈ യുദ്ധം കലാശിക്കൂ. ചർച്ചയ്ക്ക് ഇറാന്റെ പിന്നാലെ വാലാട്ടി നടക്കേണ്ടി വരും. അമേരിക്കയോടും ഇസ്രയേലിനോടും IRGCയുടെ നിരന്തര കൊലവിളി. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളകൾ കൊല്ലപ്പെടുന്നതിൽ വല്ലാത്ത പൊള്ളലാണ് ഇറാൻ സേനയ്ക്ക്. ടണലുകളിൽ കത്തിച്ചാമ്പലാകുന്ന ഹിസ്ബുള്ള ഭീകരരുടെ നിലവിളി ടെഹ്റാൻ വരെ മുഴങ്ങുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ കാടത്തം കാണിക്കുന്നുവെന്ന് ഇറാന്റെ മോങ്ങൽ. എത്രയും പെട്ടെന്ന് ഇസ്രയേലിനെ പിടിച്ചുകെട്ടാൻ അമേരിക്കയോട് വാദിച്ച് IRGC. അല്ലെങ്കിൽ ഹോർമുസിൽ കപ്പൽ മുക്കുമെന്നാണ് ഭീഷണി. കൊലവിളി മുറുകുന്നു. മേഖല കലുഷിതമാകുന്നു. യുദ്ധമോ? ലോകം ഭയക്കുകയാണ്. തെക്കൻ ലെബനനിൽ കൈവയ്ക്കാൻ വന്ന ഹിസ്ബുള്ളകൾ ചത്തൊടുങ്ങുമെന്ന് ഇസ്രയേൽ കട്ടായം പറഞ്ഞിരുന്നു. തെക്കൻ ലെബനൻ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായിരുന്നു. ഇസ്രയേലിലേക്ക് എളുപ്പം ആക്രമിക്കാൻ അവർക്ക് ആക്സസ് ഉണ്ടായിരുന്ന പ്രധാന ഇടം. ഇവിടുത്തെ ടണലുകളിൽ മിസൈൽ ലോഞ്ച് പാടുകളും ആയുധപ്പുരയും വരെ ഉണ്ട്. അതെല്ലാം നശിപ്പിച്ച് മേഖല പിടിച്ചെടുത്ത ഇസ്രയേൽ ശക്തമായ നിരീക്ഷണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെക്കൻ ലെബനൻ കൈവശപ്പെടുത്താൻ വീണ്ടും ശ്രമം നടത്തുകയാണ് ഹിസ്ബുള്ള. ഇത് പരാജയപ്പെടുകയാണ്. അതായത് ഇസ്രയേൽ സേന ഇവിടെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഓരോ ബഫർ സോണുകളായി കേന്ദ്രീകരിച്ച് ഇവിടെയെല്ലാം ഇസ്രയേൽ സൈന്യത്തെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും ഹിസ്ബുള്ള ഭീകരർക്ക് ഈ മേഖലയിൽ അനങ്ങാൻ കഴിയില്ല. ഇത് കൂടാതെ ഇപ്പോൾ ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി ഹിസ്ബുള്ള വീണ്ടും തലപൊക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടി ശക്തമായ നിരീക്ഷണം ഈ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറിയ വഴി ഹിസ്ബുള്ളയ്ക്ക് വീണ്ടും ആയുധം എത്തിക്കാനുള്ള നീക്കം IRGC നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പൊളിച്ചെറിയുകയാണ് ഇസ്രയേൽ. ശക്തമായ കോട്ട കെട്ടി തെക്കൻ ലെബനൻ സംരക്ഷിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. ഇറാന് അവരുടെ ഒരു ശക്തമായ പ്രോക്സി നട്ടലൊടിഞ്ഞ് വീണ് കിടക്കുന്നത് സഹിക്കാനാകുന്നില്ല. അതുകൊണ്ടാണ് നിരന്തരം അമേരിക്കയോടും ഇസ്രയേലിനോടും ഇറാൻ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ വഴിമുട്ടുമ്പോൾ ലെബനനിലെ അതിർത്തികൾ ഇപ്പോഴും പുകയുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളെ കാറ്റിൽ പറത്തി ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ ഇറാന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. ലെബനനിൽ കൊല്ലപ്പെടുന്ന ഓരോ ഹിസ്ബുള്ള അംഗവും ചർച്ചകളുടെ മേശയിൽ നിന്ന് ഇറാനെ പിന്നോട്ട് വലിക്കുന്നുവെന്നാണ് IRGC വെല്ലുവിളിക്കുന്നത്. ലെബനൻ ആക്രമിക്കരുത്, ജനങ്ങളെ കൊല്ലരുതെന്നാണ് ഇറാൻ പറയുന്നത്. ജനങ്ങളല്ല, ഹിസ്ബുള്ള കൊല്ലപ്പെടുന്നതിലാണ് ഇറാന്റെ സങ്കടം അത്രയും. ഇറാന്റെ ശക്തമായ പ്രോക്സിയാണ് ഹിസ്ബുള്ള. മറ്റു പ്രോക്സികളെക്കാൾ റിബലാണ് ഈ ഒരു സംഘം. ഇവരെയാണ് ഇസ്രയേൽ അടിച്ചൊതുക്കിയിട്ടിരിക്കുന്നത്. തലപൊക്കാനാകാത്ത വിധം മണ്ണിൽ തറ പറ്റി വീണിരിക്കുകയാണ് ഹിസ്ബുള്ള. ഗാസയുടെയോ ലെബനന്റെയോ കരച്ചിൽ ഇന്നോളം ഇറാൻ കേട്ടിട്ടില്ല. ഇവിടുത്തെ ഭീകരരുടെ കരച്ചിൽ മാത്രമാണ് ഇറാനെ വേദനിപ്പിക്കുന്നത്, ടെഹ്റാനെ പിളർത്തുന്നത്. ലെബനൻ ജനത പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് കടന്നു പോകുന്നത്. അവർക്ക് ആഹാരം കൊടുക്കാനല്ല, ഹിസ്ബുള്ളയ്ക്ക് ആയുധം എത്തിക്കാനാണ് ഇറാന്റെ തിടുക്കം. ഹിസ്ബുള്ള പൂർണ്ണമായും വീണാൽ ഇറാന് അത് തല പിളരുന്ന അടിയാണ്. കാരണം ഇസ്രയേലിനോടും അമേരിക്കയോടും നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാന് ഭീകരവാദം പുറത്തെടുക്കാൻ ഹിസ്ബുള്ളയുടെ സഹായം ആവശ്യമാണ്. അതായത് തെക്കൻ ലെബനൻ വഴി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറാനും ഇസ്രയേലിൽ 2023 ഒക്ടോബർ 7 ആവർത്തിക്കാനുമുള്ള പദ്ധതികൾ ഇറാൻ മെനയുന്നുണ്ട്. അതിന് ഇനി തലപൊക്കാൻ ഹമാസിന് കഴിയില്ല. ഹൂതികൾക്ക് തലപൊക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം കടലുകളിൽ മുഴുവൻ അമേരിക്ക വലിയ സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹൂതികൾക്ക് തലപൊക്കാൻ കഴിയില്ല. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല. പിന്നെ ലെബനനിലെ ഹിസ്ബുള്ളയാണ് ഒരാശ്വാസം. അവരെ തെക്കൻ ലെബനനിലൂടെ അകത്തേക്ക് കയറ്റിവിട്ട് ആക്രമണത്തിന് കോപ്പ് കൂട്ടുക എന്നുള്ള വലിയൊരു പദ്ധതി ഇറാൻ മെനയുന്നുണ്ട്. പക്ഷേ അത് ഒരു തരത്തിലും ഇപ്പോൾ നടപ്പാകുന്നില്ല. കാരണം തെക്കൻ ലെബനനിൽ മാത്രമല്ല, ലെബനന്റെ എല്ലാ മേഖലകളിലും, അതിർത്തി മേഖലകളിലെല്ലാം തന്നെ ശക്തമായ നിരീക്ഷണം ഇസ്രയേൽ ഏർപ്പെടുത്തുന്നുണ്ട്. സിറിയ വഴി കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗോലാൻ കുന്നിൽ താവളം ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അതായത് അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന്. ഇസ്രയേൽ ഹിസ്ബുള്ളയെ കൊന്നൊടുക്കുമ്പോഴെല്ലാം ഇറാൻ ഇരവാദവുമായി രംഗത്തേക്ക് എത്താറുണ്ട്.
ലെബനൻ ജനതയെ കൊന്നൊടുക്കുന്നു, ഉന്മൂലനം ചെയ്യുന്നു, വംശീയ ഉന്മൂലനമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന വലിയ വാവിട്ട കരച്ചിൽ. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഉയരുന്ന മിസൈലുകളുടെ ഗർജനത്തിനിടയിൽ ലോകം കേൾക്കാൻ മറന്നുപോകുന്ന ഒന്നുണ്ട്. ലെബനനിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശപ്പടക്കിയുള്ള വിലാപം. ദശാബ്ദങ്ങളുടെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് ലെബനൻ കൂപ്പുകുത്തുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തോട് 500 മില്യൺ യൂറോയുടെ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ലെബനീസ് ഭരണകൂടം. ഇത് വെറും ഒരു സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷയല്ല, മറിച്ച് തകർന്നുപോയ ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള അവസാന നിലവിളിയാണ്. രാജ്യം നേരിടുന്ന കടുത്ത പട്ടിണിയും മരുന്നുകളുടെ അഭാവവും പരിഹരിക്കാൻ കുറഞ്ഞത് 500 മില്യൺ യൂറോയെങ്കിലും അന്താരാഷ്ട്ര സമൂഹം ഉടൻ നൽകണമെന്നാണ് ആവശ്യം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അതിർത്തികൾ കടന്ന് ലെബനനിലെ സാധാരണക്കാരുടെ അടുക്കളകളിലേക്ക് വരെ പടർന്നിരുന്നു. ഒടുക്കം ഒരു തരത്തിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, കൊണ്ടുപോയി കഴിഞ്ഞാൽ ലെബനന്റെ സർവനാശമാണെന്ന് വ്യക്തമായ ഘട്ടത്തിലാണ് ലെബനൻ സർക്കാർ അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തി ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുന്ന നീക്കങ്ങളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വീണ്ടും തെക്കൻ ലെബനനിലേക്ക് കടന്നു കയറാനാണ് ഈ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുമ്പോൾ ഇസ്രയേൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തെക്കൻ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്നുള്ള കട്ടായം തീരുമാനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലെബനൻ സർക്കാർ അത് അംഗീകരിച്ചതിന് ശേഷമായിരുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതുപോലും. ലെബനൻ എന്ന ആ ഒരു രാജ്യത്തെ, അതായത് വലിയ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തെ ഇന്ന് പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും കൊണ്ട് തള്ളിയിട്ടത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘമാണ്. പശ്ചിമേഷ്യയിൽ ഇറാനോടൊപ്പം കൈകോർത്തുകൊണ്ട് ഇസ്രയേലിന് നേർക്ക് വലിയ ഭീകരവാദം പുറത്തെടുത്തതിന്റെ ഫലമാണ് ഇസ്രയേൽ കയറി അടിച്ച് ലെബനനെ മുച്ചൂടും മുടിച്ചത്. ഇപ്പോൾ ആ രാജ്യം തല പൊക്കാൻ കഴിയാത്ത വിധം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ലെബനൻ നേരിടുന്ന പ്രതിസന്ധി കേവലം യുദ്ധത്തിൻ്റെതല്ല, മറിച്ച് പൂർണ്ണമായ സാമ്പത്തിക തകർച്ചയുടേതാണ്. ഭക്ഷ്യസുരക്ഷയുടെ തകർച്ച. ലെബനനിലെ 70% കുടുംബങ്ങളും ഇപ്പോൾ പട്ടിണിയുടെ വക്കിലാണ്. കൃഷിഭൂമികൾ യുദ്ധക്കളങ്ങളായി മാറിയതോടെ ആഭ്യന്തര ഉൽപാദനം നിലയ്ക്കുകയും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് സ്വർണത്തിൻ്റെ വിലയാകുകയും ചെയ്തു. മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും ക്ഷാമം അതീവ രൂക്ഷമാണ്. രാജ്യത്തെ പകുതിയിലധികം ആശുപത്രികളും ഇന്ധനമില്ലാത്തതിനാലും ആക്രമണ ഭീഷണിയാലും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. വൈദ്യുതി, കുടിവെള്ളം എന്നിവ നൽകുന്ന സംവിധാനങ്ങൾ ബോംബ് ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ജനജീവിതം തന്നെ നരകതുല്യമാക്കി. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം ഉപയോഗിച്ച് ഇവ ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിയില്ല. പലായനം ചെയ്യുന്ന ജനതയും അഭയാർത്ഥി പ്രതിസന്ധിയും, അതായത് ലെബനനിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്യുകയാണ് പല മനുഷ്യരും. യുദ്ധം കൊണ്ട് ജനങ്ങളെ സ്വന്തം വീടുകളിൽ നിന്ന് തെരുവുകളിലേക്ക് തള്ളിവിട്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. തെക്കൻ ലെബനനിൽ നിന്നും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഇതിനോടകം 1.2 ദശലക്ഷം ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാലയങ്ങളിലും പൊതു പാർക്കുകളിലും തിങ്ങിപ്പാർക്കുന്ന ഇവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ ഭരണകൂടത്തിന് കഴിയുന്നതേയില്ല. സിറിയൻ അഭയാർത്ഥികളുടെ ഇരട്ട പ്രഹരം. ലെബനനിൽ നേരത്തെ ഉള്ള 1.5 ദശലക്ഷം സിറിയൻ അഭയാർത്ഥികളുടെ അവസ്ഥ കൂടുതൽ ദയനീയമാണ്. അവർക്ക് ലഭിച്ചിരുന്ന അന്താരാഷ്ട്ര സഹായം യുദ്ധം മൂലം തടസ്സപ്പെട്ടത് വലിയൊരു സംഘർഷത്തിനും വഴിവെച്ചു. സുരക്ഷിതമായ ഇടങ്ങൾ തേടിയുള്ള ജനങ്ങളുടെ മാറ്റം രാജ്യത്തെ വിവിധ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ലെബനന്റെ ആഭ്യന്തര സമാധാനത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രയേലിൽ നിന്ന് കിട്ടിയ അടി മാത്രമല്ല, ലെബനനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി തലപൊക്കിയിരിക്കുകയാണ്. ലെബനന്റെ ജനജീവിതം താറുമാറായി കിടന്നിട്ടും വിലപിക്കാത്ത ഇറാനാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘം ചത്തുമലയ്ക്കുമ്പോൾ ഒപ്പാരിയിടുന്നത്. എന്നിട്ട് ഇസ്രയേലിനെ കൊല്ലും കത്തിക്കുമെന്ന് വെറുപിടിച്ച് ഭീഷണി മുഴക്കുന്നു. ഇറാന്റെ ഓരോ വെല്ലുവിളിക്കും ഹിസ്ബുള്ളയെ കൊന്നൊടുക്കിയാണ് ഇസ്രയേൽ മറുപടി കൊടുക്കുന്നത്. ഇതിനിടെ സമാധാനത്തിനുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുമ്പോഴും പരസ്പര വിശ്വാസമില്ലായ്മ ചർച്ചകളെ തളർത്തുകയാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട്. അമേരിക്കയുടെ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്ന മുന്നറിയിപ്പും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും മേഖലയെ മുൾമുനയിൽ നിർത്തുന്നു. ഇസ്ലാമാബാദിലെ നയതന്ത്ര വേദിയിൽ കണ്ടത് കേവലം ഒരു കൂടിക്കാഴ്ചയുടെ റദ്ദാക്കലല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു സമാധാന ശ്രമം പാളുന്നതിന്റെ നേർചിത്രമായിരുന്നു.
അമേരിക്കൻ പ്രതിനിധികൾ വിമാനം കയറുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാൻ വിട്ടു മടങ്ങിയത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമായിരുന്നു. തങ്ങളുടെ നിലപാടുകളിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയില്ലെന്ന് ടെഹ്റാൻ പ്രഖ്യാപിക്കുമ്പോൾ പഴയ പരമാവധി സമ്മർദ്ദ തന്ത്രവുമായി ട്രംപും കളത്തിൽ നിറയുകയാണ്. ഈ ശീതയുദ്ധം പശ്ചിമേഷ്യയെ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അവ്യക്തത ചർച്ചകളെ ബാധിക്കുന്നുണ്ടെന്ന വാഷിംഗ്ടണിന്റെ വാദം തള്ളിക്കളയാനാവില്ല. രാജ്യം കടുത്ത ഊർജ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. വൈദ്യുതി നിയന്ത്രിക്കാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഇതിന്റെ സൂചനയാണ്. എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയിലും ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധത്തെ കടൽ കൊള്ള എന്ന് വിശേഷിപ്പിക്കാനും തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കാനും ഇറാൻ മടിക്കുന്നില്ല. നമ്മുടെ കൈവശമാണ് എല്ലാ കാർഡുകളും ഉള്ളത് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അമേരിക്കയുടെ ആത്മവിശ്വാസത്തെക്കാൾ അവരുടെ കടുത്ത നയത്തെയാണ് സൂചിപ്പിക്കുന്നത്. JD വാൻസിനെ പോലുള്ള കടുത്ത നിലപാടുകാരെ ചർച്ചയ്ക്കായി സ്റ്റാൻഡ് ബൈ ആക്കി നിർത്തിക്കൊണ്ട് തന്നെ സൈനിക നടപടിക്കും തങ്ങൾ സജ്ജമാണെന്ന സന്ദേശം പെന്റഗണും നൽകുന്നു. ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്ന പ്രയോഗം വെറുമൊരു ഭീഷണിയല്ല. അതിനെ വെറുമൊരു ഭീഷണിയായിട്ടല്ല ഇറാനും കാണുന്നത്. പാകിസ്ഥാൻ ഈ ചർച്ചകളിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിടവ് നികത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നയതന്ത്രം പരാജയപ്പെടുമ്പോൾ യുദ്ധമുന്നണികൾ സജീവമാകുന്നതാണ് ചരിത്രം. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ തെളിയുന്നത് ആ ആപൽ സൂചനകളാണ്. ലോകം ആഗ്രഹിക്കുന്ന സമാധാനം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ ആയുധങ്ങളുടെ മുഴക്കം അത്ര ദൂരെയല്ലാതെ കേൾക്കാം. അതായത് ഒരു യുദ്ധത്തിന്റെ മുൾമുനയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം, കടന്നാക്രമണങ്ങൾ ഉണ്ടാകാം. ഇസ്രയേലാകട്ടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന ദിവസം ഇറാനെ കയറി അടിക്കാൻ അവർ കാത്തുകെട്ടി നിൽക്കുകയാണ്. കാരണം IRGC വലിയൊരു ഭീഷണിയായി ഉയർന്നു വന്നിരിക്കുകയാണ്. മുൻപുണ്ടായിരുന്ന ഇറാൻ ഭരണകൂടത്തെക്കാൾ വെറി പിടിച്ച ഒരു സംഘമായി ഇപ്പോഴത്തെ IRGC ഭരണം കൈയാളുമ്പോൾ ഒട്ടും സുരക്ഷിതമല്ല ഇസ്രയേൽ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ എല്ലാ നേതാക്കൾക്കും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ IRGCയുടെ പത്തിക്കടിച്ച് വീഴ്ത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ എത്തിയിരിക്കുകയാണ്. മസൂദ് പെസഷ്കിയാനോ അവശേഷിക്കുന്ന അബ്ബാസ് അരാഗ്ചിയോ ഒന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. IRGCയാണ്. IRGCയെ മുട്ടുകുത്തിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും എത്തിയിരിക്കുകയാണ്. നിരന്തര കൊലവിളികളാണ് ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും IRGC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവുമാണ്. ഇരുവരെയും കൊല്ലും, തല വെട്ടിയെടുക്കുമെന്നൊക്കെയുള്ള വലിയ ആഹ്വാനങ്ങൾ, ഭീഷണികൾ മുഴക്കുന്നു. എന്തായാലും സ്ഥിതി വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു കരാറിലേക്ക്, ഒരു സമാധാന ചർച്ചയിലേക്ക് എത്തിയില്ലെങ്കിൽ വീണ്ടും ഘോര യുദ്ധം ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിന് പിന്നാലെ ഇറാൻ പുതിയ വാഗ്ദാനവുമായി തന്നെ സമീപിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരുന്ന നയതന്ത്ര പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖ കൈമാറിയെന്നാണ് ട്രംപ് പറഞ്ഞത്. അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും മതിയാകില്ല എന്നായിരുന്നു ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ആദ്യം നൽകിയ രേഖ തൃപ്തികരമല്ലായിരുന്നുവെന്ന് ട്രംപ് വിശദീകരിച്ചു. എന്നാൽ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ മിനിറ്റുകൾക്കകം കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വച്ചു. ആദ്യത്തേതിനേക്കാൾ മികച്ചതായിരുന്നു രണ്ടാമത്തെ രേഖ. പക്ഷേ തങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പെട്ടെന്നുള്ള മാറ്റം അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലം കാണുന്നതിന്റെ സൂചനയാണെന്ന് വൈറ്റ് ഹൗസും പ്രതികരിച്ചു. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ആഭ്യന്തര കലഹം നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ട്രംപ് ആവർത്തിച്ചു. അവിടെ ആർക്കാണ് ഭരണത്തിന്റെ നിയന്ത്രണമെന്ന് അവർക്ക് പോലും അറിയില്ല. നേതൃത്വത്തിനായി അവർ പരസ്പരം പോരടിക്കുകയാണ്. അവിടെ ആരാണോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരുമായി താൻ ഇടപെടുമെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാൻ നേതൃത്വത്തിലെ ഈ ആശയക്കുഴപ്പമാണ് ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമെന്നാണ് അമേരിക്കയും വാദിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ജാരഡ് കുഷ്ണറേയും സ്റ്റീവ് വിറ്റ്കോഫിന്റെയും യാത്ര ട്രംപ് റദ്ദാക്കിയത്. നേരിട്ടുള്ള ചർച്ചകൾക്ക് പകരം പാകിസ്ഥാൻ വഴി സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് ഇറാൻ താൽപര്യപ്പെടുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും വിട്ടുനൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിന്
തടസ്സമുണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ നേരത്തെയുള്ള ചർച്ചകൾക്ക് പിന്നാലെ തങ്ങൾ ആക്രമിക്കപ്പെട്ടത് ചൂണ്ടിക്കാട്ടി അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ടെഹ്റാൻ സ്വീകരിച്ചിരിക്കുന്നത്. സമാധാനത്തിനുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് അബ്ബാസ് അരാഗ്ചി പറയുമ്പോഴും പരസ്പര വിശ്വാസമില്ലായ്മ ചർച്ചകളെ തളർത്തുകയാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും പശ്ചിമേഷ്യയെ കൂടുതൽ കലുഷിതമാക്കുന്നു. ലോകം ഭയത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്.